ഹലോ. അപ്പോൾ നമ്മൾ വേനലവധി ആഘോഷിക്കാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ കുട്ടികൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വിഷുവിനാണ് കേട്ടോ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരാഴ്ച ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. ഒരാഴ്ച എത്ര പെട്ടെന്നാണ് പോയതെന്ന് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ എന്നും രാവിലെയും വൈകുന്നേരം മാത്രമേ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ കേട്ടോ. അല്ലാത്ത ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പോവും, അല്ലെങ്കിൽ സംസാരിച്ചിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ വീടിനടുത്തുള്ളവരൊക്കെ വയസ്സായവരൊക്കെ പോയിട്ട് കാണുക, അവരുടെ അടുത്ത് കുറച്ച് സംസാരിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ഒരു നല്ലൊരു രസമായിരുന്നു ഇത്തവണത്തെ ഒരു വെക്കേഷൻ എനിക്ക്. നമ്മൾ ജനിച്ച് വളർന്ന നാടല്ലേ, അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളവരെങ്കിലും നമുക്കൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരെയും പോയി കാണാറുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സുകളൊന്നും എത്തിയിട്ടില്ല, അവരൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെയൊക്കെ മിസ്സായിട്ടോ. എന്നാലും ഞാൻ എല്ലാവരെയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ അടുത്ത് മഞ്ചേരി കുന്നത്ത് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെന്നത് പിന്നെ അച്ഛനും അനിയനൊന്നും ലീവില്ലാത്തതുകൊണ്ട് തന്നെ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അടുത്ത് കൂടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും, അവിടെ സ്റ്റേഡിയത്തിലൊക്കെ പോയി അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കറക്കം മാത്രമുള്ളായിരുന്നു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അനിയന് ലീവായപ്പോൾ ഞങ്ങൾ അന്ന് അമ്പലത്തിൽ പോയിട്ട് വരെ എത്തിപ്പോയതാട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല വൈബാണ് അവിടെ. ആ ഒരു അമ്പലം എന്ന് പറയുന്നത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ നല്ല പൂരമൊക്കെ നടക്കുന്ന ഒരു അമ്പലം തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് കുറേ റീൽസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ കഴിഞ്ഞ വർഷമല്ല 2 വർഷം മുന്നേ ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്തു. അന്നത്തെ അതുപോലെ തന്നെയാണ്, ഒരു പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല കേട്ടോ. അന്നത്തെ ദിവസം തന്നെ എനിക്ക് തിരിച്ചു പോരേണ്ട ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഒരാഴ്ച എന്ന് പറയണത് പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. ചെല്ലുമ്പോൾ വിചാരിക്കും ഒരാഴ്ച ഉണ്ടല്ലോ, അത് ചെയ്യുക ഇത് ചെയ്യുക, അവിടെ പോവാന്ന് പല പ്ലാനിങ് ആയിരിക്കും. പക്ഷെ അവിടെ എത്തി നമ്മൾ പ്ലാനിങ് ഒക്കെ മാറും കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം പിന്നെ കുട്ടികളെയും കൊണ്ട് ഞാൻ ചെറിയൊരു ഗേൾസ് ഓൺലി ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം, എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളായിട്ട് ഞങ്ങളൊന്ന് പെരിന്തൽമണ്ണ വളാഞ്ചേരി വെങ്ങാട് അവിടെ ഒരു വാട്ടർ പാർക്കുണ്ട്, അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നാളായി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ വർഷം പ്ലാൻ ഇട്ടതാണ് കേട്ടോ പോവാന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും പ്ലാൻ ഇപ്പോഴാണ് നടന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് സെറ്റായിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാത്ത ഒരു വിഷമം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർക്കാനായിട്ട് ഇവരെയും കൂട്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ. അപ്പോൾ അവിടെ ഫ്ലോറ ഫാൻറ്റസിയ എന്നാണ് കേട്ടോ ആ ഒരു പാർക്കിൻ്റെ പേര്. അവിടെ 800 രൂപയാണ് മുതിർന്നവർക്ക്, പിന്നെ കുട്ടികൾക്കൊക്കെ 600 അങ്ങനെയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഫുഡ് അവിടുന്ന് കഴിക്കായിരിക്കും നല്ലത്, കാരണം നമ്മുടെ കൊണ്ടുപോകുന്ന ഫുഡൊന്നും അവിടേക്ക് അലൗ ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ ഫുഡ് കൊണ്ടാണ് ഞങ്ങൾ പോയത്, പക്ഷേ അവിടെ അകത്തിരുന്ന് കഴിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഒരു ലഞ്ച് ടൈമിൽ പുറത്തിറങ്ങിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉച്ചവരെ അവിടെ ഇതുപോലുള്ള റൈഡുകളൊക്കെ ആയിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ആ വെള്ളത്തിൻ്റെ ആ ഒരു സംഭവം ഓപ്പൺ ആവുന്നത് കേട്ടോ. 1 മണിയാവുന്നതോടു കൂടി അവിടെ വെള്ളം ഒക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഫുൾ വാട്ടർ ഗെയിം ആവും. പിന്നെ കുട്ടികളും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളെ ഞാൻ ഇതുവരെ വാട്ടർ പാർക്കിൽ കൊണ്ടുപോയിട്ട് എല്ലാ പാർക്കുകളിലും പോയിട്ടുണ്ടെങ്കിലും വെള്ളത്തിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ റൈഡുകളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോണും പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്ന കൊണ്ട് തന്നെ ഫോണും ഒന്നും നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളത്തിലുള്ള ഏതൊക്കെ റൈഡുകൾ, അതിലുള്ള ഗെയിംസ് എന്തൊക്കെയാണ്, എന്തൊക്കെ റൈഡുകളുണ്ടോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ലാസ്റ്റാണ് ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറുന്ന ആ സമയത്താണ് പിന്നെ ഓർത്ത് നമ്മൾ വെള്ളത്തിൽ നിന്നൊരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ എന്നിട്ട്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തിട്ട് വന്നപ്പോഴേക്കും ഒക്കെ ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. 6 മണി ആകുമ്പോഴത്തേക്കും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെയുള്ള എല്ലാവരും പോയിട്ടാണ് ഞങ്ങൾ അന്ന് തിരിച്ചിട്ട് പോകുന്നത്. നല്ല രസമായിരുന്നു എന്തായാലും. നമ്മൾ ഗേൾസൊക്കെ ഇങ്ങനെയാണല്ലോ, ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ ട്രിപ്പ് അവസാനിക്കുന്നതോട് കൂടി തന്നെ നമ്മൾ അടുത്ത പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങളങ്ങനെ കുറേ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ എന്തായാലും ഒരു പ്ലാൻ വർക്കൗട്ടായും ചെയ്തു, അടുത്ത പ്ലാൻ ഇടുകയും ചെയ്തു. അതും നമ്മൾ സെറ്റാക്കി കേട്ടോ. അത് ചെറിയൊരു പ്ലാനായിരുന്നു. നമ്മളെ വീടിനടുത്തുള്ള ഒരു എക്കോ ടൂറിസം കാണാനായിട്ട് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞങ്ങളുടെ മണ്ഡപത്തിൽ
ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നൊയമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു ട്രിപ്പ് നമുക്ക് ഇനി നമുക്കൊരു ഡേറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അന്ന് തന്നെ ആക്കിയത് കേട്ടോ. ഇതിനകത്ത് ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു, പിന്നെ ഹൊറർ ഹൗസ് ഉണ്ട്, ഡി ജെ ഒരു ഹോളിൽ DJ സോങ് വെച്ചിട്ട് അവിടെ കുറച്ച് ഡാൻസ് ചെയ്യാനുള്ള അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ 3D മൂവി കാണാനുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇനി നമ്മളിത് മലമ്പുഴ ഫാൻറ്റസി പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. സെയിം അത് തന്നെയാണ് ഇവിടെയും. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത് അവിടുത്തേതായിരുന്നു കേട്ടോ. ഇവിടുത്തെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ അവിടുത്തെയാണ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുട്ടികൾക്ക് നല്ലൊരു അടിപൊളി കാഴ്ചകൾ തന്നെയായിരിക്കും. അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നല്ല അടിപൊളി ഫിഷൊക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അവരവിടെ. അക്വേറിയം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളാണെങ്കിൽ തന്നെ അവർക്ക് എല്ലാ റൈഡിലും അവർക്ക് കയറാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഇത്ര വയസ്സ് വരെയുള്ള കുട്ടികളെ അതിൽ റൈഡിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അവർ പറഞ്ഞുകൊണ്ട് തന്നെ കുറേയൊന്നും അവർ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തന്നെയാണ് കുറേ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വാട്ടർ ഗെയിംസ് എല്ലാം അവർ തിമിർത്താടിയിട്ടുണ്ടായിരുന്നു. എല്ലാ ഗെയിംസിലും അവർ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു പേടിയും തോന്നാതെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞോടുകൂടി നമ്മൾ ഡിമ്മായിട്ട് കിടക്കേണ്ടി വരുന്നു. പക്ഷെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വെക്കേഷൻ നല്ലൊരു അടിപൊളി ട്രിപ്പ് പോയ ഒരു സന്തോഷത്തിലാണ് ഇപ്പോഴും കുട്ടികൾ കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇനിയും പോകണം, ഇനിയും അങ്ങോട്ടേക്ക് തന്നെ പോകണം എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോഴും. നമുക്ക് എന്ത് പറയുമ്പോൾ അവസാനം ചെന്നെത്തുക നമ്മൾ ഈ ഒരു ഇതിലായിരുന്നു കേട്ടോ, ഈ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുക ഞങ്ങൾ പത്തിരി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്. അത് ഞങ്ങൾ കൂടെ ഉള്ള ഒരാളാണ് കേട്ടോ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചത്. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് കഴിക്കുന്നത്, അതിനകത്തോട്ട് അലോ ചെയ്യില്ലായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. ഈ ലേഡീസ് ഓൺലി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എന്താണെന്നറിയാം, അവർക്ക് എല്ലാത്തിനും നല്ലൊരു കോൺഫിഡൻസ് ആവും. നമ്മൾ പുറകെ കൂടെ ഈ ആണുങ്ങളുടെ പുറകെ കൂടെ പോകുമ്പോൾ ഒന്നിനും നമുക്കൊരു ഉഷാറുണ്ടാവില്ല. അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു പേടി, അത് ചെയ്യാൻ പേടി അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പോയപ്പോൾ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. നല്ല ഫ്രീ ആയിട്ട് എല്ലാം ചെയ്യാനും എല്ലാം എൻജോയ് ചെയ്യാനും പറ്റി കേട്ടോ. അത് നല്ലൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പോട് കൂടി ഈ ഒരു ഇത് അവസാനിക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളുടെ മണ്ഡപത്തിൽ പരിപാടിയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മുതലൊക്കെ അവിടെ പൂജകളും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉച്ച സമയത്തോടു കൂടി ഞാനണ്ട് പോയി. ഞങ്ങൾ അവിടെ രാത്രി ഫുഡൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിളക്ക് വയ്ക്കുന്ന സമയത്ത് നമ്മൾ താലെടുക്കണം. പിന്നെ അങ്ങനെ മൊത്തത്തിൽ വിളക്കൊക്കെ കത്തിച്ച് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെയുള്ള ഏട്ടന്മാരൊക്കെ കൂടെ കൂടിയിട്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഭക്തിഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ പാട്ടൊക്കെ പാടി. പിന്നെ നല്ല അടിപൊളി തായമ്പക ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിട്ടാണ് ഞങ്ങളെ മണ്ഡലത്തിലത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇനി അതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെ കരിങ്കലത്താണി തൊടുകാപ്പ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. പാലക്കാട് ഡിസ്ട്രിക്റ്റാണ് വരിക. അപ്പോൾ ഇവിടെ ഒരു എക്കോ ടൂറിസം ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നല്ല അടിപൊളി ഏരിയയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതും വേറെ ആളാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പേപ്പറൊക്കെ വെച്ച് അതിലിങ്ങനെ വട്ടത്തിലിരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട്, പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ അവിടെ മല കയറിയത് കേട്ടോ. ഇങ്ങടേക്ക് ഞാനൊരു 3-4 വർഷം മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കയറിയ ഭാഗം മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മലമുകളിൽ കയറിയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്ന് പോയപ്പോൾ വേറൊരു റൂട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ റൂട്ട് പോയിട്ട് ഞങ്ങൾ ഒരുപാട് നടന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു വ്യൂ പോയിൻറ്റും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണയാണ് പോയപ്പോഴാണ് ഈ സൈഡിലൂടെയാണ് പോകേണ്ടത് എനിക്ക് മനസ്സിലായത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ കൂടെ കൂടിയിട്ട് അവിടെ കയറിയപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിട്ട് അവിടെ ഒരു പാറയിൽ അങ്ങനെ ഇരിക്കാൻ കേട്ടോ. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താ വട്ടായിട്ടുണ്ടോ ചോദിക്കും. കാരണം നല്ല വെയിലായിരുന്നു. നട്ടപ്ര വെയിലത്താണ് ഞങ്ങൾ ആ പാറയിൽ ഇരിക്കുന്നത് കേട്ടോ. ഒരു കാക്കയ്ക്ക് ഇരിക്കാൻ തണലില്ല എന്ന് പറയില്ല, അതുപോലെയായിരുന്നു. നല്ല ചൂടായിരുന്നു. എങ്കിലും വേണ്ടില്ല, നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് കാണാനായിട്ട് ഞങ്ങൾ കയറി. നല്ലൊരു സ്ഥലം കേട്ടോ. എനിക്ക് തോന്നുന്നു വെയിലൊക്കെ പോയിട്ടുള്ള സമയത്താണ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. നമ്മളിപ്പോൾ ഇത് ഉച്ചയ്ക്കാണ് വരുന്നത്, ഉച്ച സമയത്താണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ.
എന്നിട്ട് അവിടെ ചെന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല അടിപൊളി ഏരിയ തന്നെയാണ്. പിന്നെ നമ്മളെപ്പോഴും അവിടെ CCTV ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ അത് നോക്കാനായിട്ട് സെക്യൂരിറ്റികളൊക്കെ നമ്മളെന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷനിലാണെങ്കിൽ അവരവിടുന്ന് വിസിൽ അടിക്കും. അപ്പം നമുക്ക് അവർ വരും. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലൊക്കെ അവരുടെ അടുത്ത് ചോദിക്കാം കേട്ടോ. അങ്ങനെ അവിടുന്ന് ആ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്തൊരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഉടനെ ഒരു ട്രിപ്പും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.